പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യഹൃദയത്തിൻ്റെ അറകളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. മനുഷ്യഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. The human heart has 4 chambers. They are left atrium, right atrium, left ventricle and right ventricle. ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തുള്ള അറകളാണ് ഇടത് ഏട്രിയവും ഇടത് വെൻട്രിക്കിളും. വലതുഭാഗത്തുള്ള അറകളാണ് വലത് ഏട്രിയവും വലത് വെൻട്രിക്കിളുകളും. So the chambers seen on the left side of the heart are left atrium and left ventricle, and the chambers seen on the right side of the heart are right atrium and right ventricle. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതെല്ലാമാണെന്നും ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകൾ ഏതെല്ലാമാണെന്നും ഈ രക്തക്കുഴലുകൾ വന്നു ചേരുന്ന അറകളും പുറപ്പെടുന്ന അറകളും ഏതെല്ലാമാണെന്നും പഠിക്കാം. Today we can study about the blood vessels which carry blood to the heart, the heart chambers where they end, the blood vessels which carry blood from the heart, and the heart chambers from where they begin. ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം 3:3 ഹൃദയത്തിൻ്റെ നെടുകയുള്ള ഛേദം കുട്ടികൾക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിൽ നമ്മുടെ വലതുഭാഗം ഇടതുഭാഗം ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇടതുഭാഗം വലതുഭാഗം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്ത് കാണപ്പെടുന്ന രക്തം ശുദ്ധ രക്തമാണ്. എന്താണ് ശുദ്ധരക്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്സിജന്റെ അളവ് കൂടിയ രക്തമാണ് ശുദ്ധ രക്തം. The blood seen in the left side of the heart, that is left atrium and left ventricle, is pure blood. What do you mean by pure blood? Pure blood means it is rich in oxygen. The oxygen concentration in this blood is high. ഹൃദയത്തിൻ്റെ വലതുഭാഗത്ത് കാണുന്നത് അശുദ്ധ രക്തമാണ്. അപ്പോൾ എന്തായിരിക്കും അശുദ്ധ രക്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്സിജന്റെ അളവ് വളരെ കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയതുമായ രക്തമാണ് അശുദ്ധ രക്തം. The blood seen in the right side of the heart, that is right atrium and right ventricle, the blood is impure. What do you mean by impure blood? Impure blood means the concentration of oxygen in this blood is very, very low and the concentration of carbon dioxide is high. ഹൃദയത്തിലേക്ക് വരുന്ന രക്തക്കുഴലുകളെ പറയുന്ന പേരാണ് സിരകൾ. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തക്കുഴലുകളെ പറയുന്ന പേരാണ് ധമനി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രക്തക്കുഴലുകൾക്ക് പേര് നൽകാനായി സാധിക്കുക എന്നാണ് ഇനി ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. The blood vessels which carry blood to the heart are known as veins.
and the blood vessels which carry blood from the heart are known as arteries. Today, teacher will tell you how to name the blood vessels. ഹൃദയത്തിലേക്ക് വരുന്നത് ആ രക്തക്കുഴൽ സ്ഥിരയാണെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ ശ്വാസകോശത്തിൽ നിന്നാണ് ആ രക്തക്കുഴൽ വരുന്നതെങ്കിൽ, ഹൃദയത്തിലേക്ക് വരുന്നതെങ്കിൽ ആ രക്തക്കുഴലിന്റെ പേരെന്തായിരിക്കും? ശ്വാസകോശ സിര. Teacher already told you that the blood vessel coming to the heart is known as vein. So if the blood vessel or the vein that is coming from the lungs, it is known as pulmonary vein. The word related to lungs is pulmonary. So the blood vessel coming from lungs to the heart is known as pulmonary vein. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജന്റെ അളവ് കൂടിയ രക്തത്തെ ശ്വാസകോശ സിരകൾ ഇടത് ഏട്രിയത്തിൽ എത്തിക്കുന്നു. The pulmonary vein carry the blood with high concentration of oxygen to the left atrium from the lungs. 4 ശ്വാസകോശ സിരകളാണ് നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുന്നത്. ഇതിൽ 2 വരുന്നത് ഇടത് ശ്വാസകോശത്തിൽ നിന്നും 2 വലത് ശ്വാസകോശത്തിൽ നിന്നുമാണ് ഹൃദയത്തിന്റെ ഇടത്തെ ഏട്രിയത്തിലേക്ക് തുറക്കുന്നത്. അപ്പോൾ 4 ശ്വാസകോശ സിരകളും തുറക്കുന്നത് ഏത് അറയിലേക്കാണ്? 4 ശ്വാസകോശ സിരകളും തുറക്കുന്നത് ഇടത് ഏട്രിയത്തിലേക്കാണ്. There are 4 pulmonary veins seen in our heart. 2 pulmonary veins from the left lung and 2 from the right lung. These 4 pulmonary veins opens to the left atrium. ഇതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയ രക്തത്തെ ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും ഹൃദയത്തിന്റെ വലത് ഏട്രിയത്തിൽ എത്തിക്കുന്നു. ഹൃദയത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ സിരയാണ് മഹാസിര. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് വലിയ സിരയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ സിരയായതുകൊണ്ടാണ് അതിനെ മഹാസിര എന്ന് പറയുന്നത്. The second blood vessel which carry blood to the heart is vena cava. As the name indicates, it is one of the biggest vein that is coming to the heart. The superior vena cava and the inferior vena cava carry the impure blood, that is the blood with high concentration of carbon dioxide, to the right atrium from the different parts of the body. ഊർധ്വ മഹാസിര ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തുള്ള ശരീരഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ ഹൃദയത്തിന്റെ വലത് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ അധോ മഹാസിര ഹൃദയത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ ഹൃദയത്തിന്റെ താഴെയുള്ള ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ വലത്തെ ഏട്രിയത്തിലേക്ക് തന്നെ എത്തിക്കുന്നു.
The superior vena cava collects the impure blood from the different parts of the body that are seen above the heart. And the inferior vena cava collects the impure blood from the different parts of the body that are seen below the heart. So superior vena cava and inferior vena cava collects the impure blood from different parts of the body and bring that blood to the right atrium. രണ്ട് മഹാസിരകളാണുള്ളത്, ഊർധ മഹാസിരയും അധോ മഹാസിരയും. Two vena cava are coming to the heart. They are superior vena cava and inferior vena cava. Superior vena cava brings the impure blood from different parts of the body that are seen above the heart. And the inferior vena cava brings the impure blood from the different parts of the body that are seen below the heart. Superior vena cava and inferior vena cava brings the impure blood to the heart and opens to the right atrium. ഇനി നമുക്ക് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തക്കുഴലുകളെക്കുറിച്ചും അവ ഏത് അറയിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും പഠിക്കാം. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധരക്തത്തെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന വലിയ രക്തക്കുഴലാണ് മഹാധമനി. അപ്പോൾ എവിടെ നിന്നാണ് മഹാധമനി പുറപ്പെടുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വലിയ ധമനി ആയതുകൊണ്ടാണ് അത് മഹാധമനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. Now we can study about the blood vessels which carry blood from the heart. The blood vessel which carry the pure blood from the left ventricle to the different parts of our body is aorta. Aorta is the main artery and it is the largest artery which is starting from the heart to the different parts of the body. As the name indicates, it is one of the largest artery starting from the heart. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ വലത് വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനി അശുദ്ധ രക്തത്തെ നല്ല രക്തമാക്കാൻ അഥവാ ശുദ്ധരക്തമാക്കാൻ ശ്വാസകോശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രക്തക്കുഴലിന് പേരിട്ടിരിക്കുന്നത്? ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് അത് ധമനിയാണ്. ശ്വാസകോശത്തിലേക്കാണ് രക്തത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രക്തക്കുഴലിന്റെ പേരാണ് ശ്വാസകോശ ധമനി. The another blood vessel which carry blood from the heart is pulmonary artery. It is starting from the right ventricle and it carries the deoxygenated blood or the impure blood from the heart to the lungs. Why it is taken to the lungs? The deoxygenated blood contains more carbon dioxide and less concentration of oxygen. So to make the blood oxygenated, it is taken to the lungs.
So how this blood vessel is named? The blood vessel starting from the heart is known as artery, and it is taken to the lungs, so it is known as pulmonary artery. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളും അവ വന്നു ചേരുന്ന അറകളും. ശ്വാസകോശസിരകൾ ഇടത്തെ ഏട്രിയത്തിലേക്ക് വന്നു ചേരുന്നു. ഊർധ്വമഹാസിരയും അധോമഹാസിരയും വലത്തെ ഏട്രിയത്തിലേക്കും വന്നു ചേരുന്നു. The blood vessels which carry blood to the heart and the heart chambers where they end, pulmonary veins to the left atrium, superior vena cava and inferior vena cava to the right atrium. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളും അവ പുറപ്പെടുന്ന അറകളും, മഹാധമനി ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടുന്നു. ശ്വാസകോശധമനി വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടുന്നു. The blood vessels which carry blood from the heart and the heart chambers from where they begin. Aorta from the left ventricle and pulmonary artery from the right ventricle. Okay, thank you students.